ഹലോ നമസ്കാരം. മഴതോരും മുമ്പേയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാനും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ എല്ലാവരും കണ്ടതാണ് അലീനയെ നമ്മുടെ മനു കാറിൽ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് മനുവിന് കയറാൻ സമയമില്ല, വർക്കുള്ളതുകൊണ്ട് മനു അലീനയോട് ബൈ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ അലീന പതുക്കെ നടന്നു വന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് വാതിൽ തുറക്കുന്നതും കാത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അവിടെ അകത്ത് ബബിത മോളിൽ നിന്ന് വരുന്നുണ്ട്, സ്റ്റെയർ ഇറങ്ങി വരികയാണ്. ആരാ കോളിംഗ് ബെല്ല് അടിച്ചതെന്നുള്ള രീതിയിൽ, അതായത് ഒരു പേടി, ഒരു പരിഭ്രമവും പേടിയും എല്ലാം നല്ല നിറഞ്ഞ് നിൽക്കുകയാണ് ബബിതയുടെ മുഖത്ത്. പേടിച്ചെന്നോണാണ് കേട്ടോ ഈ ആരാണ് പുറത്തുനിന്ന് അറിയാൻ വേണ്ടിയിട്ട് ബബിത മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഡോറ് പതുക്കെ തുറന്ന് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, അതായത് ഡോറിൻ്റെ അവിടെ നിന്ന് മാറാത്ത രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ ബബിത. അപ്പോൾ അലീന ചോദിക്കും, നീ ഉറങ്ങായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത അലീനെ കണ്ടിട്ട് ആകെ ഇങ്ങനെ പേടിച്ച് പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടാ. നീ എന്താ തിരിച്ചു വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട്. അപ്പോൾ അലീന പറയും, അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നേ, എനിക്ക് വന്നൂടെ? അല്ല, നിന്നോടാരും പറഞ്ഞു ഇവിടെ വരാൻ? ഞാൻ അച്ഛനെ വിളിച്ചിരുന്നല്ലോ, അച്ഛനെ വിളിച്ച് താക്കോല് ചോദിച്ചപ്പോൾ അച്ഛനാ പറഞ്ഞേ നീ ഇവിടെ ഉണ്ടെന്ന്. ആണോ? അകത്ത് കയറാൻ പറ്റില്ല. അതെന്താ, ഞാൻ അകത്ത് കയറ്റിയാൽ എന്താ, ഞാൻ കയറിയാൽ നോക്കും നമ്മുടെ അലീന. അപ്പോൾ പറയും, അതെ അമ്മ പറഞ്ഞു നിന്നെ അകത്ത് കയറ്റണ്ടെന്ന്. അമ്മ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നാൽ ഞാൻ അച്ഛനെ വിളിക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, നീ ഇപ്പം അച്ഛനെ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട. എന്നാൽ പിന്നെ നീ മാറി, ഞാൻ അകത്ത് കയറട്ടെ. നീ ആരാ, ഹെഡ് മിസ്ട്രസ്സോ? അച്ഛനെ വിളിച്ചിട്ട് വീട്ടിലകത്തോട്ട് കയറിയാൽ മതി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാറങ്ങോട് എന്നും പറഞ്ഞിട്ട് അലീന പതുക്കെ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ബബിത ഓടിച്ചെന്ന് വേഗം സ്റ്റെയറിൻ്റെ അവിടെ മുകളിലേക്ക് നോക്കിയിട്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ചെന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇനി അലീന അങ്ങ് മുകളിലോട്ട് കയറി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു തടയൽ പോലെ, അതായത് എന്താ പറയുക, ഇനി എങ്ങാൻ പോവോ എന്ന് വിചാരിച്ചിട്ട് വേഗം ആ സ്റ്റെയറിൻ്റെ താഴെ പോയി നിന്നിട്ട് പരിഭ്രമിച്ചിട്ടാണ് മുകളിലേക്കൊക്കെ നോക്കുന്നത്. അപ്പോൾ അലീന വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ആകെ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഇവിടെ ആരെങ്കിലും വല്ല കള്ളന്മാരും വല്ലതും കയറിയിട്ടുണ്ടോ? നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്ന അലീനെ എന്നൊക്കെ ചോദിക്കും നമ്മുടെ ബബിത. ഞാനേ തലവേദന എടുത്തിട്ട് വെട്ടിപ്പൊളിഞ്ഞിട്ട് ഞാനൊന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു, അപ്പോഴാ നീ വന്ന് വിളിച്ച് ശല്യം ചെയ്തത്. നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടോ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട്. അതിന് എൻ്റെ കയ്യിലുണ്ടല്ലോ ടാബ്ലറ്റ്, ഞാൻ തരാം നിനക്ക്, അതുപോരെ? അതൊന്നും പോരാ, ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ് തന്നെ വേണം. നിന്റെ കഴിച്ചാലൊന്നും എനിക്ക് ശരിയാകത്തൊന്നുമില്ല. അങ്ങനെ ഒരു ഗുളികയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും ബബിത. അപ്പോൾ അലീന പറയും, ഈ പേര് കേട്ടിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് മുകളിൽ പെട്ടെന്ന് ഒരാളിങ്ങനെ മാറിപ്പോകുന്നതായിട്ട് അലീനക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അലീന പറയും, മുകളിൽ ആരോ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ മുകളിലോട്ട് ചാടി ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് അലീന മുകളിൽ കയറിയിട്ട്. അപ്പോൾ അവിടെ ഒരു ജിമ്മിൻ്റെ റൂമിൽ എന്തോ ഒന്ന് അനങ്ങുന്ന പോലെ തോന്നി അലീനയ്ക്ക്. പെട്ടെന്നൊരു ബാറ്റ് വീഴണ ഒച്ച പോലെയൊക്കെ തോന്നി. നോക്കിയപ്പോൾ ആളെ കൈയോടുകൂടി നമ്മുടെ അലീന പിടിക്കുന്നുണ്ട്. അങ്ങനെ ബബിതയും വരുന്നു. അവിടെ ആകെ പ്രശ്നമാവുകയാണ്. അലീന പറയുന്നുണ്ട്, നീ എന്തായി കാണിക്കേ? വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് നീ നിൻ്റെ കാമുകനെ വിളിച്ച് അകത്തേറ്റിയേക്കുക അല്ലേ? ഇതൊക്കെ ശരിയാണോ ബബിത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ അലീന പറയും, നിനക്കെന്താ, ഞാൻ എനിക്കിഷ്ടമുള്ളത് പോലും ചെയ്യും, നീ ആരാ എന്നോട് ഇതൊക്കെ ചോദിക്കാനെന്ന് പറയുന്നുണ്ട്. ഞാനേ നിൻ്റെ ചേച്ചിയാ. ചേച്ചിയോ? നീയോ? നിന്നെ ചേച്ചിയായിട്ട് ഞാൻ കൂട്ടിയിട്ട് പോലുമില്ല. ഇതേ എൻ്റെ അച്ഛൻ്റെ വീടാ, എൻ്റെയും കൂടി വീടാ. ഇവിടെ എന്ത് നടക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, കേട്ടല്ലോ. നിങ്ങളെ നോക്കാനായിട്ട് അച്ഛൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം അലീന പറയുന്നുണ്ട്. ലാസ്റ്റ് ഇവനും ദേഷ്യം വരാണ് കേട്ടോ. ഇവൻ പറയും, എന്നെ സ്നേഹിക്കും എന്ന പെണ്ണ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നീ ആരാടി ഇതൊക്കെ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമലും, അതായത് ബബിതയുടെ കാമുകൻ, അവനും കിടന്ന് ആകെ ഒച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അലീന പറയും, ഞാൻ എന്താ അച്ഛനെ വിളിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് അലീന, നീ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ, ഞാനിപ്പോൾ അച്ഛനെ വിളിക്കും, ഇതൊന്നും ഇവിടെ നടക്കാൻ സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് അലീന ബഹളം വയ്ക്കും.
അങ്ങനെ അലീന ഞാനിപ്പോൾ അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് താഴെ ഇറങ്ങി പോണ സമയത്ത് വേഗം തന്നെ ബബിത പറയും, എടാ വേണ്ട വേണ്ട, നീ വേഗം പൊക്കോ, ഇവിടെ നിന്നാൽ ശരിയാവില്ല, നീ വന്നേ എന്നും പറഞ്ഞ് അവൾ വേഗം തന്നെ അവനെ വിളിച്ചിട്ട് താഴേക്ക് വരാണ്. അപ്പോൾ അലീന നോക്കുമ്പോൾ ബബിതയും കൂടി പോവാണ് അമലിൻ്റെ ഒപ്പം. അത് കാണുമ്പോൾ അലീനക്ക് ആകെ ദേഷ്യം വരാണ്. അലീന സമ്മതിക്കില്ല ബബിതേനെ കൊണ്ടുവിടാനായിട്ട്. വേഗം ബൈക്കിൻ്റെ അടുത്ത് അവർ സ്റ്റാർട്ട് ചെയ്ത് കയറാൻ പോകുമ്പോൾ അലീന ചെന്നിട്ട് വേഗം ബബിതേനെ പിടിച്ച് താഴെ ഇടുന്നുണ്ട്. നീ പോവണ്ട, നിന്നെ പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെ അവരാകെ അവിടെ ഉന്തും തള്ളുമൊക്കെ ആവുന്ന സമയത്ത് അവനും തോന്നി ഇനിയിപ്പോൾ ശരിയാവത്തില്ല എന്ന് തോന്നി. അങ്ങനെ വേഗം തന്നെ അലീന അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അവനെ അടിക്കാൻ പോകുന്ന പോലെയൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ വേഗം വണ്ടി എടുത്തിട്ട് പോകും. അങ്ങനെ അവൻ പോയ സമയത്ത് അലീന ബബിതയെ നല്ലോണം വഴക്ക് പറയുന്നുണ്ട്. നീ എന്ത് തോന്നിയാസായി കാണിക്കുന്നേ? ആരുമില്ലാത്ത സമയത്താണോ ഒരാളെ വിളിച്ച് വീട്ടിനകത്തോട്ടാണോ കയറ്റുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയും, അതെ വേറെ ആരുമല്ല, എനിക്ക് വിശ്വാസം അവനെ, ഞാൻ സ്നേഹിക്കുന്ന അവനാ, പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന് പറയുന്നത് സ്നേഹമൊന്നുമല്ല, ഇതേ ശരിക്കും കാമമാണ്, കാമം. നിനക്ക് എന്താണ് ബബിതയെ ഈ കാലത്തെ കുറിച്ച് നിനക്കൊന്നും വിവരമില്ലേ? നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ഞാൻ അച്ഛനോട് പറയട്ടെ, അമ്മനോട് പറയും എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ ബബിതക്കൊന്ന് പേടിയാവുന്നുണ്ട്. ഇനി ഇവളെങ്ങാനും പറയോ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുകയാണ് ബബിത. അത് കേൾക്കുമ്പോൾ ബബിത കുറച്ചൊന്ന് പേടിയാവുന്നുണ്ട്. അപ്പോൾ നാളത്തെ ഇനിയിപ്പോൾ പ്രമോയിലൊക്കെ കാണിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു ചാൻസാണ് തന്നത്, പക്ഷേ നീ അത് കേട്ടില്ല, അനുസരിച്ചില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്തായാലും നമുക്ക് നാളെ കാണാം. എന്തായാലും അലീനയുടെ സഹായം ബബിതയ്ക്ക് എന്തായാലും വേണ്ടി വരുമെന്നറിയാം. ബബിതയ്ക്ക് നല്ലൊരു പണിയാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഇനിയുള്ള വീഡിയോസിനെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ടാറ്റാ.